4-year ഡിഗ്രി പ്രോഗ്രാം ബികോം സ്റ്റുഡൻസിന് 5th സെമസ്റ്ററിൽ പഠിക്കാനുള്ളൊരു പേപ്പറാണ് ഇൻകം ടാക്സ്. അപ്പോൾ ഏതൊരു കൊമേഴ്സ് വിദ്യാർത്ഥിയും ഇൻകം ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ സിലബസിൽ ഈ ഒരു സബ്ജക്റ്റ് കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻകം ടാക്സിൻ്റെ ബേസ് മുതൽ തിയറി പാർട്ട് മുതൽ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ എന്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. പക്ഷെ പലപ്പോഴും വിദ്യാർത്ഥികൾ പറഞ്ഞു കേൾക്കുന്നത് എന്താണ്, ഇതൊരു ടഫായിട്ടുള്ള പേപ്പറാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, നല്ല സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ കൺസെപ്റ്റുകളൊക്കെ നോക്കാം. എന്താ നികുതി എന്ന് പറഞ്ഞാലേ, ടാക്സിൻ്റെ മലയാളം മീനിങ് നികുതിയാണ്. അപ്പോൾ നികുതി ആരാ കളക്ട് ചെയ്യാം? ഗവൺമെൻറ്റാണ് കളക്ട് ചെയ്യുക. ഈ ഗവൺമെൻറ്റുകളുടെ പ്രധാനപ്പെട്ട വരുമാന സോഴ്സാണ് നികുതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും അവരുടെ മെയിൻ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. ഡയറക്റ്റ് ടാക്സ് എന്താണ്? നമ്മളൊരു നികുതി ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയാണെങ്കിൽ അതിനെന്താ വിളിക്കാം? ഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്ത്? ഇൻകം ടാക്സ്. അപ്പോൾ അതാണ് നമ്മൾ ഈ 5th സെമസ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ഞാൻ നികുതി ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിൽ പേ ചെയ്യാണ്. അപ്പോൾ അതൊരു ഡയറക്റ്റ് ടാക്സ് ആയി. അപ്പോൾ എന്താ ഇൻഡയറക്റ്റ് ടാക്സ്? അപ്പോൾ നമുക്കൊക്കെ അറിയാം, GST കൺസെപ്റ്റ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മൾ ഏതൊരു സാധനം വാങ്ങിക്കുമ്പോഴും നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു നികുതി കൊടുക്കുന്നുണ്ട്. അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണല്ലേ. അതിന് നമ്മൾ എന്താ വിളിക്കുക? GST. അപ്പം അവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള പേ ചെയ്യുന്നത്, നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പം ഷോപ്പ് കീപ്പറാണ് നമ്മുടെ കയ്യിൽ നിന്ന് നികുതി കളക്ട് ചെയ്യുക. അയാൾ എന്ത് ചെയ്യും? അത് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യും. അതാണ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, അപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത് ഡയറക്റ്റ് ടാക്സ് ആണ്, ഇൻകം ടാക്സ് ആണ് അല്ലേ. അപ്പം ഇൻകം ടാക്സിനെ ഗവേൺ ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട്. അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുന്നതൊക്കെ ഒരു ആക്ടിൻ്റെ ബേസിലാണ്. ആ ആക്റ്റാണ് ഇൻകം ടാക്സ് ആക്ട്, അല്ലെങ്കിൽ IT ആക്ട് എന്ന് വിളിക്കും. 1961 ആണ് IT ആക്ട് വന്നത്. പക്ഷേ അതിൻ്റെ കെയിം ഇൻ ടു ഫോഴ്സ്, അത് നിലവിൽ വന്നത് 1st April 1962 ആണ്. പല PSC എക്സാമിനും ചോദിച്ചു വരുന്നൊരു ഭാഗമാണത്. IT ആക്ട് എപ്പോഴാണ് കെയിം ഇൻ ടു ഫോഴ്സ് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ 1961 ആണ് എഴുതുക, പക്ഷേങ്കിൽ കറക്റ്റ് ആൻസർ എന്തല്ല, 1961 അല്ല, 1st April 1962 ആണ്. ഇനി ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഫ്രെയിം ചെയ്യുന്നതും ഒരു ബോഡിയുണ്ട്. അതിന് നമ്മൾ ഷോർട്ടായിട്ട് CBDT എന്ന് വിളിക്കും. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ് കേട്ടോ. അതും ഓർമ്മിച്ച് വെക്കാം. ദെൻ ഇനി നമുക്ക് ഇൻകം ടാക്സിൽ വരുന്ന കുറേ ടേംസുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ അസസി. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. അസസി ഈസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. നികുതി അടയ്ക്കുന്ന ഒരു വ്യക്തി, അതായത് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിനെ നമ്മളെന്താ വിളിക്കാം? ടെക്നിക്കലി, അതായത് IT ആക്ടിൽ അയാളെ നമ്മളെന്താ വിളിക്കും? IT ആക്ട് പ്രകാരം SSC എന്ന് വിളിക്കാം. ദെൻ നമ്മൾ പറഞ്ഞു അസസി ഈസ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. അപ്പം ആരാണ് പേഴ്സൺ എന്നറിയണ്ടേ? പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താണ്? ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ ആണ്. അങ്ങനെയല്ല, പേഴ്സൺ എന്ന് പറയുമ്പം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിൽ വരുന്നുണ്ട്. അതിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരെന്താണ്? പേഴ്സൺ എന്നാണ്. അതിൽ ഇൻഡിവിജ്വൽ വരുന്നുണ്ട്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി വരുന്നുണ്ട്, കമ്പനി, ഫേം, AOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇതും ചില സമയത്ത് 2 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഒരു എക്സാമ്പിൾ എഴുതാൻ. നമ്മളെ യൂണിവേഴ്സിറ്റികളൊക്കെ AJPയുടെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇൻഡിവിജ്വൽ നിങ്ങൾക്കറിയാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, എക്സെട്ര. ഓക്കെ, ഇതാണ് ഫസ്റ്റ് 2 ടേം, SSC ആൻഡ് പേഴ്സൺ. ദെൻ ഈ SSCനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോർമൽ SSC, റെപ്രസെൻറ്റേറ്റീവ് SSC, ഡീംഡ് SSC, SSC ഇൻ ഡിഫോൾട്ട്. നോർമൽ SSC എന്നതാണ്? ഒരു ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന ഒരാൾ, അയാളെ നമ്മളെന്ത് വിളിക്കാം? നോർമൽ SSC. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് റെപ്രസെൻറ്റേറ്റീവ് SSCയും ഡീംഡ് SSCയും ആണ്. റെപ്രസെൻറ്റ് ചെയ്യാൻ തന്നെ എന്താ? നമ്മൾ ഒരാളെ പ്രതിനിധീകരിക്കാം. ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തെന്താണ്? എ പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഫോർ ദി ഇൻകം ഓഫ് എ തേർഡ് പാർട്ടി എന്നാണ് അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ടാക്സ് ലയബിലിറ്റി ഓഫ് എ മൈനർ. അതായത് ഒരു മൈനർക്ക് കിട്ടിയ വരുമാനത്തിന്
അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ഡയറക്റ്റ്ലി പേ ചെയ്യാൻ പറ്റില്ല. പകരം മൈനറിൻ്റെ പാരൻസാണ് അവിടെ റെപ്രസെൻറ്റേറ്റീവ് അസസി ആവുക. ഡീംഡ് അസസിയും ഓൾമോസ്റ്റ് സെയിം കൺസെപ്റ്റാണ്, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ടാക്സ് അടയ്ക്കാം. പക്ഷേ ഇവിടെ an individual might be assigned the responsibility of paying tax by the legal authority. ഇവിടെ നമ്മൾ ഒരാളെ അസൈൻ ചെയ്യുന്നതല്ല. റെപ്രസെൻറ്റേറ്റീവ് അസസിൽ എന്താണ്, മൈനറിൻ്റെ ടാക്സ് അടയ്ക്കാൻ പാരൻറ്റ് നിർബന്ധിതനാവുന്നു. പക്ഷേ ഡീംഡ് അസസി അങ്ങനെയല്ല. ഇൻകം ടാക്സ് അതോറിറ്റിയാണ് ഒരാളോട് പറയുന്നത് ഇന്ന ആളുടെ ഇൻകത്തിന് അല്ലെങ്കിൽ അയാളുടെ വരുമാനത്തിന് നിങ്ങൾ ടാക്സ് അടയ്ക്കണം. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാം. ദി എൽഡസ്റ്റ് സൺ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഹു ഹാസ് എക്സ്പയർഡ് വിത്തൗട്ട് റൈറ്റിംഗ് വിൽ. അതായത് ഒരാൾക്ക് കുറേ പ്രോപ്പർട്ടീസും വരുമാനങ്ങളൊക്കെ ഉണ്ട്. അയാൾ എന്താണ്, നമ്മൾ വിൽപ്പത്രം എഴുതാന്നൊക്കെ പറയില്ലേ, ഈ പ്രോപ്പർട്ടി ആർക്കാണ് പോവുക എന്നൊന്നും എഴുതി വെക്കാതെ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മൂത്ത മകൻ ആരാണോ അല്ലെങ്കിൽ മൂത്ത മകൾ ആരാണോ അവരാണ് എന്ത് ചെയ്യേണ്ടത്, ആ വരുമാനത്തിന് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസിന് ടാക്സ് അടയ്ക്കേണ്ടത്. അത് തീരുമാനിക്കുന്നത് IT ആക്ട് പ്രകാരം ഇൻകം ടാക്സ് അതോറിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ വിളിക്കുക ഡീംഡ് അസസി. അപ്പോൾ അത് മാറിപ്പോരുത്. ഡീംഡും റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പകരം മറ്റൊരാളാണ്. പക്ഷെ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് തന്നെ നമ്മൾ മുടക്കം വരുത്തുകയാണ് അല്ല അർത്ഥം. മീനിങ് എ പേഴ്സൺ ഹു ഹാസ് ഫെയിൽ ടു ഫുൾഫിൽ ദി സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ആളാണ് നമ്മൾ വിളിക്കുക അസസി ഇൻ ഡിഫോൾട്ട്. അതായത് ഒരു TDS എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾ വരുന്ന ക്ലാസ്സിലൊക്കെ പഠിക്കും, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഒരാളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി റിലേഷൻ വന്നു കഴിഞ്ഞാൽ എംപ്ലോയിൻ്റെ സാലറിയിൽ നിന്ന് എല്ലാ മാസവും എന്നല്ല ഒരു TDS എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ആ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അതാണ് എംപ്ലോയറിൻ്റെ ഡ്യൂട്ടി. അതായത് എംപ്ലോയർ എന്ത് ചെയ്യണം, എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് TDS ഡിഡക്റ്റ് ചെയ്യാം, എന്നിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അങ്ങനെ പേ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താ വിളിക്കാം, അസസി ഇൻ ഡിഫോൾട്ട്. അതായത് IT ആക്ട് പ്രകാരം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ആളെ നമ്മൾ എന്താ വിളിക്കുന്നത്, അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ.